ഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. തിരുഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. വീഴാതെ നീ എന്നും കാക്കണേ, തിരുഹൃദയ ജ്വാലയാൽ പൊതിയണേ. വീഴാതെ നീ എന്നും കാക്കണേ, തിരുഹൃദയ ജ്വാലയാൽ പൊതിയണേ. തിരുഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. സത്യവും നീതിയും പോകുമിടങ്ങളിൽ പാകിടാം. സ്നേഹവും ശാന്തിയും നൂറുമേനി കൊയ്തിടാം. ഹൃദയരൂപാകനിയണേ നിൻ ഹൃദയഭാവമതേകണേ. ഹൃദയരൂപാകനിയണേ നിൻ ഹൃദയഭാവമതേകണേ. തിരുഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. തിരുഹൃദയമേ നിന്റെ തണലിലായി എന്നും വളരുമേ പൈതങ്ങളെ. വെയിലിടും വഴികളിൽ തണലിടങ്ങളാകുവാൻ കേഴുമേ ജീവനിൽ കാവലായി. ഈ പുതിയ അധ്യയന വർഷത്തിൽ ജൂലൈ 3-ാം തീയതി മുതൽ ഈ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും വിശ്വാസ വഴിയിൽ പ്രത്യാശയോടെ എന്ന ആപ്തവാക്യവുമായി അനുദിന വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പരിശ്രമിക്കുന്ന ഒരു സംരംഭത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. അനുദിന വിശുദ്ധരിലൂടെ പ്രത്യാശയുടെ കൂട്ടുകാരാകാം എന്ന ഒരു ചിന്തയിലൂടെയാണ് ഈ വർഷം നമ്മുടെ കുട്ടികൾ ദൈവജനം എല്ലാവരിലേക്കും എത്തിക്കുവാനായി ശ്രമിക്കുക. വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, മനസ്സിലാക്കുവാൻ, വിശുദ്ധ ജീവിതത്തിലെ നല്ല പാഠങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് വിശുദ്ധിയിലൂടെ വിശ്വാസത്തിലൂടെ പ്രത്യാശയോടെ നയിക്കുവാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ ഭാവങ്ങളും സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനം. എൻ്റെ സ്വർഗീയ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ വിശ്വാസ പരിശീലകരുടെ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഗോസ്പൽ സീഡ്സ്. നമ്മുടെ കുഞ്ഞുമക്കള് ഓരോ ദിവസവും അത് മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് നൽകുകയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്നതുപോലെ വിശുദ്ധരുടെ ഉദ്ധരണികളിലൂടെ നമ്മുടെ മക്കള് നിങ്ങളിലേക്ക് വീണ്ടും എത്തുകയാണ്.